സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓഗസ്റ്റ് 18 വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്ത നിങ്ങളുടെ ബേസിക് സയൻസിലെ ദ എസൻസ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ പൊരുൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചെറിയ 2-3 വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു പരീക്ഷണമാണ് നിങ്ങളെ കാണിച്ചു തന്നത് അല്ലേ? എന്തായിരുന്നു? പഞ്ചസാര ഒരു സ്പൂണിലെടുത്തിട്ടത് ഉരുക്കി അല്ലേ? ഉരുക്കിയപ്പോൾ കൂടുതൽ ചൂട് കൊടുക്കും തോറും അതെന്തായി മാറുന്നു? ആദ്യം പഞ്ചസാര ഉരുകുന്നു, അതിനുശേഷം അതൊരു കറുത്ത കളറിലുള്ള മറ്റൊരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായിരുന്നു ഒരു പരീക്ഷണം. അടുത്ത പരീക്ഷണം മെഴുക് ഉരുകുക അല്ലെങ്കിൽ വെൻ വാക്സ് ഈസ് ഹീറ്റഡ് അല്ലേ? മെഴുകിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ തന്നെ അതും ചൂടാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? അത് ഉരുകി ഒരു ദ്രാവക രൂപത്തിലേക്ക് മാറി. പിന്നെയും കൂടുതൽ ചൂടാക്കും തോറും അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല, അത് ചൂടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? മറ്റൊരു വസ്തു ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള 2 പരീക്ഷണങ്ങളാണ് ആദ്യം കാണിച്ചു തന്നത്. എന്താണ് നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലായത്? പഞ്ചസാര ഉരുക്കിയപ്പോൾ അത് പുതിയൊരു വസ്തുവായിട്ട് മാറി, എന്നാൽ മെഴുക് ഉരുക്കിയപ്പോൾ അതിൻ്റെ അവസ്ഥയ്ക്ക് മാത്രമാണ് വ്യത്യാസം വന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ, ഈ 2 പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളോട് ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മെഴുക് ചൂടാക്കുമ്പോൾ അതുപോലെ തന്നെ പഞ്ചസാര ചൂടാക്കുമ്പോൾ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി. മെഴുക് ചൂടാക്കുമ്പോൾ അത് താപം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലോ. പഞ്ചസാര ചൂടാക്കുമ്പോഴോ? അപ്പോഴും എന്താ സംഭവിക്കുന്നത്? താപം സ്വീകരിക്കുകയാണ്, ചൂട് സ്വീകരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ താപം സ്വീകരിക്കുന്നു എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് മെഴുക് ചൂടാക്കുമ്പോൾ അത് ഉരുകുന്നു, ശരിയല്ലേ? പഞ്ചസാര ചൂടാക്കുമ്പോൾ നമ്മൾ കണ്ടു ഉരുകുന്നു, അതുപോലെ തന്നെ മെഴുക് ചൂടാക്കുമ്പോഴും അത് ഉരുകുകയാണ്. അപ്പോൾ ഇവിടെ ഉരുകുന്നു എന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായിട്ട് മെഴുക് ചൂടാക്കുമ്പോൾ നിറം മാറുന്നില്ല, എന്നാൽ പഞ്ചസാര ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിറം മാറുന്നു. അപ്പോൾ ഇവിടെ പഞ്ചസാര ചൂടാക്കുമ്പോൾ നിറം മാറുന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ മെഴുക് ചൂടാക്കുമ്പോൾ നിറം മാറുന്നില്ല എന്നാണ് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് എന്താ പറയുന്നത്? പഞ്ചസാര ചൂടാക്കുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു അല്ലേ? എന്നാൽ മെഴുക് ചൂടാക്കുമ്പോഴോ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ വെൻ വാക്സ് ഈസ് ഹീറ്റഡ് ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ്. ദെൻ വെൻ ഷുഗർ ഈസ് ഹീറ്റഡ് ഇറ്റ് ഓൾസോ അബ്സോർബ്സ് ഹീറ്റ് അല്ലേ? ചൂടാക്കുമ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അടുത്തതായിട്ട് വെൻ വാക്സ് ഈസ് ഹീറ്റഡ് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് മെൽറ്റ്സ്, അത് ഉരുകുന്നു അല്ലേ? വെൻ ഷുഗർ ഈസ് ഹീറ്റഡ് ഇറ്റ് ഓൾസോ മെൽറ്റ്സ്, അതും ഉരുകുന്നു. അടുത്തതായിട്ട് ഇതിലൊരു വ്യത്യാസമുണ്ട്. വെൻ ഷുഗർ ഈസ് ഹീറ്റഡ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് കളറ് ചേഞ്ച് ആകുന്നു. എന്നാൽ വെൻ വാക്സ് ഈസ് ഹീറ്റഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ കളറിൽ ചേഞ്ച് ഒന്നും ഇല്ല അല്ലേ? അടുത്തതായിട്ട് വെൻ ഷുഗർ ഈസ് ഹീറ്റഡ് എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, ഒരു പുതിയ വസ്തു അവിടെ ഉണ്ടായി. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാക്സ് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് മറ്റൊരു എക്സ്പെരിമെൻ്റ് നിങ്ങളെ കാണിച്ചത് എന്തായിരുന്നു? മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ വെൻ മഗ്നീഷ്യം റിബൺ ബേൺസ് അല്ലേ? എന്താണ് മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ സംഭവിച്ചത്? അതൊരു ചാരമായി മാറി അല്ലേ? അല്ലെങ്കിൽ ഒരു പൊടിയായിട്ട് മാറി. അത് മാറുക മാത്രമാണോ ചെയ്തത്? അതിൻ്റെ കൂടെ പ്രകാശോർജവും അതുപോലെ തന്നെ താപോർജവും എല്ലാം ഉണ്ടായി അല്ലേ? അതോടുകൂടി അത് കത്തി മറ്റൊരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 3 പരീക്ഷണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പഞ്ചസാര ഉരുക്കുന്നത്, അടുത്തതായിട്ട് മെഴുക് ഉരുക്കുന്നത്, പിന്നെ ഇവിടെ പറഞ്ഞത് മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ. ഇതിൽ പഞ്ചസാര ഉരുക്കിയപ്പോൾ പുതിയൊരു വസ്തുവായിട്ട് മാറി ആണല്ലോ. മഗ്നീഷ്യം റിബൺ കത്തിച്ചപ്പോഴും പുതിയൊരു വസ്തുവായിട്ട് മാറി. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഈ പഞ്ചസാര ഉരുക്കിയപ്പോൾ കിട്ടിയ ആ വസ്തു ഒരു കറുത്ത ഒരു പൊടി അല്ലെങ്കിൽ കറുത്ത ഒരു സബ്സ്റ്റൻസ്, അതിനെ നിങ്ങൾക്ക് തിരിച്ച് പഞ്ചസാരയാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല അല്ലേ? അതുപോലെ തന്നെ മഗ്നീഷ്യം റിബൺ, ഈ മഗ്നീഷ്യം റിബണിനെ കത്തിച്ച് നമുക്ക് കിട്ടിയ ആ ഒരു പൊടി, ആ പൊടി ചേർത്ത് വെച്ച് നമുക്ക് വീണ്ടും ഒരു മഗ്നീഷ്യം റിബൺ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലേ? കാരണം അതൊരു പുതിയ വസ്തുവാണ് അവിടെ രൂപപ്പെട്ടത്. അതേസമയം മെഴുക് എങ്ങനെയാണ്? മെഴുക് ഉരുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് പോകുന്നതിനനുസരിച്ച് അത് വീണ്ടും കട്ട പിടിച്ച് മെഴുകായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഈ 2 പരീക്ഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
മെഴുകുരുകുമ്പോൾ നടക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ഭൗതിക മാറ്റമാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അത് പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാര ഉരുക്കുമ്പോഴുമൊക്കെ ഉണ്ടാകുന്ന ആ മാറ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? ആ മാറ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റമായിരുന്നു അല്ലേ? ആ രൂപത്തിലോ ആകൃതിയിലോ ഒക്കെ വ്യത്യാസം വരിക, അതാണ് ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ എന്തായിരിക്കും കെമിക്കൽ ചേഞ്ച്? പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പദാർത്ഥങ്ങളിലേക്ക് ഊർജം സ്വീകരിക്കുക. ഊർജം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചൂട് കൊടുത്തില്ലേ ചൂടാക്കാൻ വേണ്ടി പഞ്ചസാരയെ, അതാണ് ഊർജം സ്വീകരിക്കുക എന്ന് പറയുന്നത്. അവിടെ താപോർജ്ജത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇനി പുറത്തു വിടുക എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം റിബൺ കത്തിച്ചപ്പോൾ നിങ്ങൾ കണ്ടു അവിടെ പ്രകാശോർജ്ജം ഉണ്ടായി അല്ലേ? മറ്റൊരു ഊർജ്ജ രൂപം ഉണ്ടായി. അപ്പോൾ വേണമെങ്കിൽ ഊർജം പുറത്തുവിടാം. ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്തുകൊണ്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എന്താണ്? രാസമാറ്റം സ്ഥിരമാറ്റമാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? കെമിക്കൽ ചേഞ്ച്. ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസസ് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസസ് ബൈ അബ്സോർബിംഗ് ഓർ റിലീസിംഗ് എനർജി ഈസ് ടേംഡ് ആസ് എ കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. മനസ്സിലായോ? അപ്പോൾ വസ്തുക്കൾ എനർജി സ്വീകരിച്ചുകൊണ്ടോ, അതായത് അബ്സോർബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റിലീസ് പുറത്തു വിട്ടുകൊണ്ടോ പുതിയൊരു വസ്തു ഉണ്ടാകുന്ന പ്രവർത്തനം, അതിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്ന് പറയുന്നത്. രാസമാറ്റം എന്താണ്? സ്ഥിരമാറ്റമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ പെർമനൻറ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത്. അതായത് രാസമാറ്റത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു പുതിയ വസ്തുവിനെ തിരിച്ച് നിങ്ങൾക്ക് പഴയ വസ്തുവാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാറ്റം എന്താണ്? ഇതൊരു സ്ഥിരമാറ്റമാണ്, അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? രാസമാറ്റം സ്ഥിരമാണ്, ഭൗതിക മാറ്റം സ്ഥിരമല്ല അല്ലേ? കെമിക്കൽ ചേഞ്ച് ഈസ് പെർമനൻറ്റ് ബട്ട് ഫിസിക്കൽ ചേഞ്ച് ഈസ് നോട്ട് പെർമനൻറ്റ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം കൂടെ ഉണ്ട്. രാസമാറ്റത്തിൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു, പുതിയ വസ്തു ഉണ്ടാകുന്നു, എന്നാൽ ഭൗതിക മാറ്റത്തിൽ പുതിയ വസ്തു ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റി. നമുക്ക് ചുറ്റും എന്തൊക്കെയോ രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അവ ലിസ്റ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെ നമ്മുടെ ചുറ്റുപാടിൽ നോക്കുമ്പോൾ ഒരുപാട് രാസമാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇരുമ്പ് കഷ്ണങ്ങൾ, ഇപ്പം നമ്മുടെ ഇരുമ്പ് കൊണ്ടുള്ള കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് തുരുമ്പിക്കുന്നതായിട്ട് ഉപയോഗിക്കാതെ വെക്കുമ്പോൾ അത് തുരുമ്പിക്കും. അതൊരു സ്ഥിരമാറ്റമാണ്, അല്ലെങ്കിൽ അതൊരു രാസമാറ്റമാണ്. ഈ തുരുമ്പിച്ച ഇരുമ്പിനെ നമുക്ക് പഴയ ഇരുമ്പായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അടുത്തത്, പാല് തൈരാകുന്നത്. പാല് പുളിച്ചിട്ടാണ് തൈരാകുന്നത് അല്ലേ? തൈരുണ്ടാകുന്നത്. അതൊരു സ്ഥിരമാറ്റമാണ്. പിന്നെ വിറക് കത്തുന്നത് നമ്മുടെ അടുക്കളയിൽ കാണുന്ന ഒരു രാസമാറ്റമാണ്. നമ്മൾ വിറക് കത്തിക്കുമ്പോൾ അതെന്തായി മാറുന്നു? ചാരമായിട്ട് മാറുന്നു അല്ലേ? ഈ ചാരത്തെ വീണ്ടും നമുക്ക് വിറകാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊരു രാസമാറ്റമാണ്. പിന്നെ ആഹാരം ദഹിക്കുന്നത്. ആഹാരം ദഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന ഒരു രാസമാറ്റമാണ് അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി ദഹിച്ച് അതൊരു അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്നു അല്ലേ? അപ്പോൾ ഈ ആഹാരം ദഹിക്കുന്നതും ഒരു രാസമാറ്റമാണ്. അടുത്തത്, പഴങ്ങൾ പഴുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം മാങ്ങ അല്ലെങ്കിൽ ചക്ക അങ്ങനെയുള്ള പഴങ്ങളൊക്കെ, ഏത് പഴങ്ങളായിക്കോട്ടെ, അത് പഴുത്ത് കഴിയുമ്പം പഴുത്ത പഴത്തിനെ നമുക്ക് വീണ്ടും പച്ചയാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ പഴങ്ങൾ പഴുക്കുന്നതൊരു രാസമാറ്റമാണ്. ഇലകൾ മഞ്ഞ നിറമാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആദ്യം ഉണ്ടാകുമ്പോൾ ഇലകൾക്ക് പച്ച കളറായിരിക്കും കൂടുതൽ അല്ലേ? പിന്നീട് അത് എന്ത് ചെയ്യും? കുറേ നാൾ കഴിയും തോറും അത് പൊഴിയാറാവുന്ന സമയമാകുമ്പോഴത്തേനും അതൊരു മഞ്ഞ കളറാകും, പിന്നെ കളർ മാറി വരും അല്ലേ? ഈ ഒരു കളർ ചേഞ്ച് ഇതൊരു രാസമാറ്റമാണ്. നമുക്ക് ഒരു പഴുത്ത ഇലയെ വീണ്ടും പച്ച ഇലയാക്കി മാറ്റാൻ സാധിക്കുമോ? ഇല്ല. പടക്കം പൊട്ടിക്കുന്നത് അറിയാമല്ലോ. പടക്കം പൊട്ടിച്ച് കഴിയുമ്പോൾ അതൊരു രാസവസ്തുവാണ്. അത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും അതൊരു മറ്റു വസ്തുവായിട്ട് മാറുന്നു. അവിടെയും അതൊരു രാസമാറ്റമാണ്. വസ്തുക്കൾ ജീർണിക്കുന്നത് അല്ലെങ്കിൽ അഴുകുന്നത് ഒരു രാസമാറ്റമാണ് അല്ലേ? നമുക്കറിയാം, മൃഗങ്ങളോ മനുഷ്യരോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളോ എന്താണെങ്കിലും അഴുകുന്നതൊരു രാസമാറ്റമാണ്. നമുക്ക് തിരിച്ചതിനെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ സാധിക്കില്ല.
പിന്നെ പേപ്പർ കത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ചാരം ഉണ്ടാകുന്നു, അതൊരു രാസമാറ്റമാണ്. പിന്നെ തീപ്പെട്ടി ഉരയ്ക്കുന്നത്, അതും ഒരു രാസമാറ്റമാണ്. ഇത്രയാണ് രാസമാറ്റങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. ഇനി ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലിസ്റ്റ് ഔട്ട് ദ കെമിക്കൽ ചേഞ്ചസ് ഇൻ അവർ സറൗണ്ടിങ്സ്. ഫസ്റ്റ് വൺ റസ്റ്റിംഗ് ഓഫ് അയൺ, അതാണ് ഇരുമ്പ് തുരുമ്പിക്കുക. ആൻഡ് മിൽക്ക് ഗോയിങ് സോർ, പാല് പുളിച്ചെന്താകും? തൈരാകും, അല്ലെങ്കിൽ പാല് പുളിക്കുന്നത്. ബേണിംഗ് ഓഫ് വുഡ്, നമ്മുടെ വിറക് കത്തിക്കുന്നത്. ഡൈജഷൻ ഓഫ് ഫുഡ്, ആഹാരം ദഹിക്കുന്നത്. റോട്ടിംഗ് ഓഫ് ഫ്രൂട്ട്സ്, പഴങ്ങൾ പഴുക്കുന്നത്. ദ കളർ ചേഞ്ച് ഇൻ ലീവ്സ്, ഇലകളിലെ കളർ മാറ്റം അല്ലേ. ദ എക്സ്പ്ലോഷൻ ഓഫ് ഫയർ വർക്ക്സ്, പടക്കം പൊട്ടിക്കുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് വേസ്റ്റ്, ജീർണിക്കുന്ന പ്രവർത്തനം. ബേണിംഗ് ഓഫ് പേപ്പർ കത്തിക്കുന്നത്. ലൈറ്റനിങ് എ മാച്ച് സ്റ്റിക്ക്, ഒരു തീപ്പെട്ടി ഉരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ഉദാഹരണങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി ചേർക്കുക. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറച്ചുകൂടി ഉദാഹരണങ്ങളും കൂടെ എഴുതി ചേർക്കുക. ഓക്കെ, അടുത്തായിട്ട് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ചിത്രമായിരിക്കും അല്ലേ. കഴിഞ്ഞ വർഷം നിങ്ങൾ വിശദമായിട്ട് പഠിച്ച ഒരു കാര്യമാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം അല്ലേ. എന്താണ് പ്രകാശ സംശ്ലേഷണം? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലവും ലവണങ്ങളും എല്ലാം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അല്ലേ. ഈ പ്രകാശ സംശ്ലേഷണം ഒരു കെമിക്കൽ ചേഞ്ച് ആണോ അല്ലെങ്കിൽ രാസമാറ്റമാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ നമ്മൾ നോക്കേണ്ടത്? ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പുതിയ വസ്തു ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം. പുതിയ വസ്തു ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും രാസമാറ്റമാണ് അല്ലേ. അതുപോലെ തന്നെ തിരിച്ച് അത് പഴയ രീതിയിലേക്ക് ആകുന്നുണ്ടോ എന്നും നോക്കണം. ഈ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്തൊക്കെ വസ്തുക്കളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതല്ലേ, ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനും അല്ലേ. ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ അവയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ രണ്ട് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്, ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ അതൊരു രാസമാറ്റമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നിങ്ങളോട് എഴുതാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മഴ ഉണ്ടാകുന്നത് ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? നിങ്ങളുടെ ഉത്തരത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിച്ച കാര്യമാണ് അല്ലേ. മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? നമ്മുടെ ഭൂമിയിലെ പലതരത്തിലുള്ള ജലാശയങ്ങളുണ്ടല്ലേ. കുളം, അതുപോലെ തന്നെ കടൽ, അതുപോലെ പുഴകൾ എല്ലാം ഉണ്ട്. ഇത്തരത്തിലെ ജലാശയങ്ങളിലെ വെള്ളം എന്ത് ചെയ്യുന്നു? സൂര്യൻ്റെ താപമേൽക്കുമ്പോൾ അത് ആവിയായിട്ട് മാറുന്നു, നീരാവിയായിട്ട് മാറുന്നു അല്ലേ. ഈ നീരാവി ഒരുമിച്ച് ചേർന്ന അന്തരീക്ഷത്തിൽ മേഘങ്ങളായി രൂപം കൊള്ളുന്നു. ഈ മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? അവ തണുക്കുമ്പോൾ മഴയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് മഴ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെ നിന്നാണ് തുടങ്ങിയത്? ജലം നീരാവിയായി മാറി കാർമേഘമായി മാറി, വീണ്ടും അത് മഴയായി മാറി, വീണ്ടും ജലമായിട്ട് മാറുന്നു. അപ്പോൾ ജലത്തിൽ നിന്ന് തുടങ്ങി ജലത്തിൽ തന്നെ എത്തി നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതെന്ത് ചേഞ്ച് ആയിരിക്കും? അതൊരു ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഭൗതിക മാറ്റമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മഴ ഉണ്ടാകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. ജലം ആവിയായി അന്തരീക്ഷത്തിൽ ചെന്ന് മേഘങ്ങളായി മാറിയതിന് ശേഷം വീണ്ടും തണുത്ത് ജലമായി മാറുന്ന പ്രവർത്തനമാണ് മഴ ഉണ്ടാകാൻ കാരണം. ഇവിടെ ഒരു സ്ഥിരമായ മാറ്റം കാണാൻ സാധിക്കില്ല, പകരം പഴയ രൂപത്തിലേക്ക് വീണ്ടും എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മഴ ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഈസ് ഫോർമേഷൻ ഓഫ് റെയിൻ എ കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ച്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇൻ ദ പ്രോസസ് ഓഫ് റെയിൻ ഫോർമേഷൻ, water in earth is converted to steam and clouds will form in the atmosphere. By releasing heat, these clouds converted to water and this leads to the rain. From this we can say that here no permanent change occurred, therefore rain formation is a physical change. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. മഴയുണ്ടാകുന്ന പ്രവർത്തനത്തിൽ വെള്ളം നീരാവിയായി മാറുന്നു, അങ്ങനെ ക്ലൗഡ്സ് അല്ലെങ്കിൽ മേഘങ്ങൾ ഉണ്ടാകുന്നു. ഇവ ഹീറ്റ് പുറത്ത് വിട്ടുകൊണ്ട് വീണ്ടും മഴയായിട്ട് അല്ലെങ്കിൽ വെള്ളമായിട്ട് മാറുന്നു. അങ്ങനെയാണ് മഴയുണ്ടാകുന്നത് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ സ്ഥിരമായിട്ടൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ചേഞ്ച് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭൗതിക മാറ്റത്തിനൊരു ഉദാഹരണമാണ്. അടുത്തതായിട്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് 2-3 ചിത്രങ്ങളും ഒരു വീഡിയോയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചിത്രം എന്താണ്? ഇത് ഒരു
വരൾച്ചയെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് അല്ലേ. ഒരു കൃഷിയിടമാണ്, അത് വരണ്ട് കിടക്കുകയാണ്, വെള്ളവും മഴയൊന്നും ഇല്ലാതെ വരണ്ട് കിടക്കുന്നു. അടുത്തൊരു ചിത്രം കാണിച്ചു തരാം. ഇവിടെ എന്താണ്, ഇവിടെയും മരങ്ങളെല്ലാം കുറേ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള ഒരു ഫോറസ്റ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്, മഴയുടെ സമയത്ത് മണ്ണിടിച്ചിലുണ്ടായ ഒരു ചിത്രമാണിത്. അപ്പോൾ ഇനി നിങ്ങളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാറ്റങ്ങൾ നമുക്ക് അനുഗുണമാണോ? ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ഇപ്പോൾ നമ്മൾ കണ്ട ഈ 3-4 ചിത്രങ്ങൾ ഇവ പ്രകൃതിക്ക് വന്ന പലതരത്തിലുള്ള മാറ്റങ്ങളാണ് അല്ലേ. വരൾച്ചയായാലും വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, ഇവയൊക്കെ പ്രകൃതിക്ക് വരുന്ന മാറ്റങ്ങളാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് അനുഗുണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവ നമുക്ക് ഗുണമുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ വരൾച്ച, ഇതൊക്കെ നമുക്ക് ഗുണമാണോ ഉണ്ടാക്കുന്നത്, ദോഷമാണോ ഉണ്ടാക്കുന്നത്? ദോഷമാണല്ലേ. ഉറപ്പായിട്ടും നമുക്ക് ദോഷമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തെറ്റായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മനുഷ്യൻ്റെ നിരന്തരമായ ചില പ്രവൃത്തികൾ മൂലം പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായാണ് വെള്ളപ്പൊക്കവും വരൾച്ചയും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടാകുന്നത്. ഇത്തരം മാറ്റങ്ങൾ മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഇത്തരം മാറ്റങ്ങൾ അനുഗുണമാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇത്തരം മാറ്റങ്ങൾ നമുക്ക് ദോഷമാണ്. നമുക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ദോഷമാണ്. അതുകൊണ്ട് തന്നെ ഇത് അനുഗുണമാണെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? Is the changes in nature beneficial for us? Make a note on it. Some changes occurred in the nature by the intervention of humans and this lead to drought, flood and landslips. മനുഷ്യൻ്റെ ചില കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ, പ്രകൃതിയിലുള്ള ചില പ്രവൃത്തികൾ മൂലം പ്രകൃതിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, അതുപോലെ ഫ്ലഡ് വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലിപ്പ് മണ്ണിടിച്ചിൽ, ഇതിനെല്ലാം കാരണമാകുന്നു. ദീസ് ചേഞ്ചസ് മേക്സ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഹ്യൂമൻസ് ആസ് വെൽ ആസ് ഓൾ ഓർഗാനിസംസ്. ഈ മാറ്റങ്ങൾ മനുഷ്യനിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ദിസ് ഓൾസോ കോസസ് ടു നാച്ചുറൽ കലാമിറ്റീസ്. ഇത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ദെർഫോർ വി കാനോട്ട് സേ ദാറ്റ് ദ ചേഞ്ചസ് ഇൻ നാച്ചർ ഈസ് ബെനിഫിഷ്യൽ ഫോർ അസ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇത്തരത്തിൽ പ്രകൃതിക്കുള്ള മാറ്റങ്ങൾ നമുക്ക് ഗുണകരമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസും ഇതിൽ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.